ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് പാത്ത് മോഡ്യൂളാണ്, ചാപ്റ്റർ 9. സോ പാത്ത് മോഡ്യൂൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഫയൽ പാത്തുമായി ഇൻട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. നമുക്കിതിൽ ഒരുപാട് പ്രോപ്പർട്ടീസും അതുപോലെ മെത്തേഡ്സും ഉണ്ട്. സോ അവയൊക്കെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. സോ നമ്മൾ ആദ്യമായി VS കോഡ് ഓപ്പൺ ചെയ്ത ശേഷം നമ്മളൊരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഞാനിതിന് path.js എന്ന് കൊടുക്കാം. path.js. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് പാത്ത് എന്ന് പറയുന്ന മോഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യാം. var path require ഫംഗ്ഷൻ require path എന്ന് കൊടുക്കുക. ശേഷം ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് പാത്തിലെ ബേസ് നെയിം എന്ന് പറയുന്നൊരു മെത്തേഡാണ്. സോ ബേസ് നെയിം മെത്തേഡ് ചെയ്യുന്നത് നമ്മുടെ ഒരു മുഴുവൻ പാത്തിലെ അവസാനത്തെ പോർഷൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഉദാഹരണമായി നമ്മൾ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, സോ ഞാനിവിടെ പി എന്ന് കൊടുക്കുന്നു, കോൺസ്റ്റൻറ്റ് പി. പാത്ത് നമ്മൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാം. സോ നമ്മളിവിടെ ഹോം, അതുപോലെ ട്യൂട്ടോറിയൽ, Node.js. സാധാരണ നമ്മൾ എക്സ്പ്ലോററിൽ കൊടുക്കുന്ന അതേ പാത്താണ് നമ്മളിവിടെ കൊടുക്കുന്നത്. സോ നമ്മൾ sample.txt എന്ന് പറയുന്ന ഒരു ഫയൽ. സോ ഇതാണ് ഒരു പാത്ത്. സോ ഈ ഒരു പാത്തിനെ നമ്മൾ ബേസ് നെയിം മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവസാനത്തെ ഈ sample.txt മാത്രമായിരിക്കും നമുക്ക് ലഭിക്കുക. സോ നമുക്ക് ഉദാഹരണമായി ചെക്ക് ചെയ്ത് നോക്കാം. സോ നമ്മളിവിടെ console.log path.baseName, ബേസ് നെയിം എന്ന് പറയുന്ന മെത്തേഡിനുള്ളിൽ നമ്മുടെ വേരിയബിൾ നെയിം കൊടുക്കുക p. സോ നമുക്ക് ഈ ഒരു ഫയൽ നമുക്ക് റൺ ചെയ്യാം. സോ നമ്മളിവിടെ നോട്ട് പാത്ത് എന്ന് കൊടുക്കുന്നു, എൻ്റർ ചെയ്യാം. സോ നമുക്കിവിടെ sample.txt ലഭിക്കുന്നതായിരിക്കും. സോ നമ്മുടെ ഈ പാത്തിലെ അവസാനത്തെ പോർഷനായ sample.txt ലഭിക്കുന്നതായിരിക്കും. തൽക്കാലം ഇതെല്ലാം നമുക്ക് ക്ലോസ് ചെയ്യാം. സോ ഇതിനു വേണ്ടിയാണ് നമ്മൾ ബേസ് നെയിം ഉപയോഗിക്കുന്നത്. ഇനി ഉദാഹരണമായി നമ്മളിത് ഈ ഒരു sample.txt ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്യാം. നമുക്കൊന്നും കൂടി റൺ ചെയ്ത് നോക്കാം. സോ നമുക്ക് Node.js എന്ന് പറയുന്ന അവസാനത്തെ ഫോൾഡർ നെയിം ലഭിക്കുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ ഒരു പാത്തിലെ അവസാനത്തെ പോർഷൻ ലഭിക്കുന്നതിന് നമുക്കിതുപോലെ ബേസ് നെയിം എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. സോ അടുത്തതാണ് dir നെയിം, ഡയറക്ടറി നെയിം. ഡയറക്ടറി നെയിം എന്ന് പറയുന്നത് നമ്മളൊരു പാത്തിലെ ഡയറക്ടറി ഫോൾഡർ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഇത് ഉപയോഗിക്കാം. സോ നമ്മളിവിടെ dir നെയിം എന്ന് കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതുപോലെ നമ്മുടെ ഫയൽ എന്ന് പറയുന്നത് sample.txt ആയിരുന്നു. അതിലെ ആ ഒരു ഫോൾഡർ നെയിം നമുക്ക് ഹോമിൽ ട്യൂട്ടോറിയൽ Node.js എന്ന് പറയുന്ന ഫോൾഡർ നെയിം ഇതുപോലെ ലഭിക്കും. സോ അതിനുവേണ്ടി നമുക്ക് dir നെയിം എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് കൊടുക്കാം. അതുപോലെ നമുക്ക് അടുത്തതാണ് എക്സ്റ്റൻഷൻ നെയിം, ext നെയിം. ഓക്കെ, ext നെയിം. സോ ext നെയിം ചെയ്യുന്നത് നമ്മുടെ ഫയലിൻ്റെ, നമ്മുടെ പാത്തിലെ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഉദാഹരണം ഇതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .txt ആണ്. ആ ഒരു .txt നമുക്ക് റിസൾട്ടായി ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് ഏത് തരത്തിലുള്ള ഫയലാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. സോ നമ്മൾ ഇത് റൺ ചെയ്ത് നോക്കാം. നോഡ് പാത്ത്. സോ നമുക്ക് .txt എന്ന് ലഭിക്കും. ഉദാഹരണമായി ഞാനിവിടെ .pdf എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഓക്കെ .pdf എന്ന് കൊടുക്കാം, സേവ് ചെയ്യാം. നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എക്സ്റ്റൻഷൻ മാത്രം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഉദാഹരണമായി നമ്മളിവിടെ JS എന്ന് കൊടുത്തു കഴിഞ്ഞാൽ JS, സേവ് ചെയ്യാം. നമുക്ക് .js എന്ന് ലഭിക്കുന്നതായിരിക്കും. ഇതുപോലെ ഒരു ഫയലിൻ്റെ എക്സ്റ്റൻഷൻ നെയിം, ഒരു പാത്തിൽ നിന്നും ഒരു ഫയലിൻ്റെ എക്സ്റ്റൻഷൻ നെയിം ലഭിക്കുന്നതിന് നമുക്ക് ext നെയിം എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. നെക്സ്റ്റ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്. നമുക്കൊരു പാത്തിനെ കൂട്ടി യോജിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ജോയിൻ എന്ന് പറയുന്ന മെത്തേഡ്. ഉദാഹരണമായി നമ്മളിവിടെ path.join, ഇതിനുള്ളിൽ നമുക്ക് ഒരു ഫോൾഡർ നെയിം ഉണ്ടെന്ന് കരുതുക. ഫോൾഡർ നെയിം നമ്മുടേത് ഹോം എന്ന് പറയുന്ന ഫോൾഡർ നെയിമാണ്. ഓക്കെ, കോമ കൊടുത്ത ശേഷം മറ്റൊരു ഫോൾഡർ നെയിം ഉണ്ടെന്ന് കൊടുക്കുക. നമ്മളിവിടെ JS എന്ന് കൊടുക്കുന്നു. അതിനുശേഷം മറ്റൊരു ഫോൾഡർ നെയിം നമ്മൾ ട്യൂട്ടോറിയൽ എന്ന് കൊടുക്കുന്നു, ട്യൂട്ടോറിയൽ. അതിനുശേഷം നമ്മൾ ഫയൽ നെയിം കൊടുക്കുന്നു, index.js. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ, ഈ path.join കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഓരോ ഫോൾഡറും ഫയലും എല്ലാം കൂട്ടി യോജിപ്പിച്ച് നമുക്കൊരു കംപ്ലീറ്റ് പാത്താക്കി നമുക്കത് തരുന്നതായിരിക്കും. സോ നമ്മൾ റൺ ചെയ്ത് നോക്കാം. സേവ് ചെയ്ത് നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം, നമുക്ക് ഹോമിൽ JSൽ ട്യൂട്ടോറിയൽ index.js എന്ന് പറയുന്ന നമ്മൾ 4 ആർഗ്യുമെൻറ്റ്സ് ആണ് കൊടുത്തിരുന്നത്. ആ 4ഉം കൂട്ടി യോജിപ്പിച്ച് നമുക്കൊരു സിംഗിൾ പാത്തായി നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളാണ്, നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്ന ടൂളാണ്. സോ ഈ path.join എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച് നമുക്കൊരു പാത്ത് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. വ്യത്യസ്ത ഫോൾഡർ നെയിമും ഫയൽ നെയിമും അടങ്ങിയ ഒരു പാത്ത് ഇതുപോലെ ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് പാഴ്സ് എന്ന് പറയുന്ന മെത്തേഡാണ്. പാഴ്സ് എന്ന് പറയുന്ന മെത്തേഡ് നമുക്ക് റിട്ടേൺ ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും, JavaScript ഒബ്ജക്റ്റ് ആയിരിക്കും. അതിൽ ആ ഒരു ഫയലുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. സോ നമുക്ക് നോക്കാം. സോ നമ്മൾ തൽക്കാലം ഡിലീറ്റ് ചെയ്യുന്നു. path.parse, ഇതിനുള്ളിൽ നമ്മൾ ഈ p എന്ന് പറയുന്ന ഈ വേരിയബിൾ കൊടുക്കുന്നു. ഈ ഒരു പാത്താണ് നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യുന്നത്. സേവ് ചെയ്യാം. നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒബ്ജക്റ്റ് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ ഡയറക്ടറി എന്ന് പറയുന്നത് ഹോം ട്യൂട്ടോറിയൽ Node.js ആണ്.
സോ അതിലെ ബേസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ബേസ് നെയിം കൊടുത്ത പോലെ ബേസ് ഫയൽ എന്ന് പറയുന്നത് sample.js ആണ്. അതായത് അവസാനത്തെ പോർഷൻ sample.js ആണ്. അതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .js ആണ്. അതിൻ്റെ ഫയൽ നെയിം എന്ന് പറയുന്നത് സാമ്പിൾ ആണ്. സോ പാസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു പാത്താണോ കൊടുത്തത് ആ പാത്തിനെ ഇതുപോലെ ഡിവൈഡ് ചെയ്ത് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഡയറക്ടറീസ്, ഫോൾഡർ വരെയുള്ള പാത്ത് ലഭിക്കും. അതിനുശേഷം ബേസ് നമ്മുടെ ഫയൽ നെയിം ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷം ഫയലിൻ്റെ എക്സ്റ്റൻഷൻ ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷം നമ്മുടെ ഫയൽ നെയിം ലഭിക്കുന്നതായിരിക്കും. സോ ബേസ് എന്ന് പറയുന്നത് അവസാനത്തെ പോർഷൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ മുഴുവൻ ഡീറ്റെയിൽസ് ഒരു ഒബ്ജക്റ്റ് രൂപത്തിൽ ലഭിക്കുന്നതിന് നമുക്ക് ഇതുപോലെ പാഴ്സ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കാം. സോ ഇതായിരുന്നു പാത്ത് മോഡ്യൂളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഫങ്ഷൻസ്.